കേട്ടോ. ഇങ്ങനെ അതൊന്ന് നോക്കട്ടെ. ഇത് നിക്കറാണോ അതോ അവൻ തന്നെ ട്രൗസർ ഇരിക്കട്ടെ അല്ലേ? കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. ഞാനിനി നിന്നെ SS വിളിക്കാം. എന്താ അത് എന്ന് വെച്ചാ ശാന്ത സ്വരൂപനാനി. ഏത് പാട്ട് പാടിയാലും അങ്ങനെ ഒരു ബുദ്ധനെ പോലെ ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്. തങ്കം തങ്കം നിനക്കുള്ള തങ്കമാരാ? സ്വർണം. ആരെയാണ് വിളിക്കുന്നത്? ചന്ദ്രനെ. നീ ഇടിച്ച് ഞാൻ പാസലാക്കാം. കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ. മോള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ചില പോർഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് പാടും, അസലായിട്ട് പാടും ചില പോർഷൻസ്. ശിവയുടെ വോയിസ് വെരി ഏഞ്ചലിക്ക. അത് നമുക്ക് അത് ചില സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് വരുമ്പോൾ അങ്ങനെ അത് വേറെ ആർക്കും അങ്ങനെ പാടാൻ വയ്യ, അങ്ങനെ തോന്നും നമുക്ക്. അങ്ങനെയാണ് ആകാശവും കൂടെ പോന്നേ. ചുണ്ടിൽ നറുപുഞ്ചിരിയും വാക്കുകളിൽ നറുത്ത കുസൃതിയുമായി കുട്ടിക്കുറുമ്പുകളുടെ സംഗീതയാത്ര ഇവിടെ തുടരുന്നു. വെൽക്കം ടു സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പവർഡ് ബൈ പോപ്പി, ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, മിൽമ ഐസ്ക്രീംസ് ആൻഡ് പ്യൂമ കുടകൾ. വിസ്മയവേദിയിലെ സ്നേഹ സാന്നിധ്യം നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, MJ അങ്കിൾ, അനുചേച്ചി, വിധുചേട്ടൻ. കുരുന്നുകൾക്ക് പിന്തുണയേകാൻ നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. സംഗീത വിഹായസിൽ പുതുചായം വിതറി പ്രേക്ഷക മനം കവർന്ന കുട്ടിപ്പാട്ടുകാരൻ. വെൽക്കം കൗശിക് ഓൺ സ്റ്റേജ്. ഞാനിന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക പാടി തകർത്ത് ഹിറ്റാക്കിയ മായാവി എന്ന സിനിമയിലെ സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല, ഈ പാട്ടാണ് ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ പെർഫോമൻസ് റൗണ്ടൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ.
അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഈ പെർഫോമൻസ് റൗണ്ടും കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണേ. അപ്പോൾ ശരി, പാടിയിട്ട് വരാം. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവേ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ മഞ്ഞളും മുണ്ടൂരി പോയല്ലോ. റെഡിയാണ്. അല്ല, ഊരി കിടക്കുന്നു. ഈ ഞൊറിഞ്ഞു കുത്തിയിരിക്കുന്ന സൈഡിൽ ഇളകിയിരിക്കും. കുഴപ്പമില്ല. നോക്കട്ടെ, ഇത് മടുത്ത് കെട്ടാ അറിയാമോ? മുണ്ട് എങ്ങനെ? മുണ്ട് മടുത്ത് കെട്ടാ ഇങ്ങനെ നിങ്ങൾ നോക്കട്ടെ. അത് അങ്ങനെ തന്നെ. ഇത് നിക്കറാണോ അതോ അവൻ തന്നെ ട്രൗസർ ഇരിക്കട്ടെ അല്ലേ? ഏത് പാട്ടാ? സ്നേഹം തേനല്ല. പെർഫോമൻസാ? അതെ. അത് ശരി. അതാണ് ഈ കഴുത്തിൽ എന്താ വെച്ചിരിക്കുന്നത്? കഴുത്തിലിത് കർച്ചീഫ്. കർച്ചീഫ്. ഇത് തീരുന്നവരെ മുണ്ടരെ കാണൂ. അറിയില്ല. അതാണ് ശ്രീമറേട്ടാ, അതാണ് അവൻ ആ നിക്കറിടാണ്ട്. അല്ല, അത് മിക്കവാറും അല്ല. അതിപ്പോ അവൻ അഴിച്ചു കളയാൻ പറഞ്ഞാൽ അവനൊരു നാണമില്ല. അവൻ അത് കളഞ്ഞ ചെപ്പാടും. ബെൽറ്റ് ഉണ്ടോ അവിടെ? ഓ, ബെൽറ്റ് ഉണ്ടോ? ബെൽറ്റില്ല, കെട്ടിയിട്ടില്ല. ബെൽറ്റ് ഇല്ല, കയറിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പൊ സൂപ്പർ ആക്കടേ. ശരി, ഓൾ ദി ബെസ്റ്റ്. സ്നേഹം തേനല്ല, ഓഹോ നോവിൻ കൈപ്പല്ല. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല. വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള തുണയൊന്നുമല്ല, നെഞ്ചിൻ നേരുള്ള ചങ്ങാതിയല്ലേ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും
നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല ഓഹോ ഓഹോ വെൽക്കം വെളുത്തുള്ളി. ഓ ചാണകം വരുന്നു ചാണകം. അതങ്ങനെ വെളുത്തുള്ളി എന്ന് പറഞ്ഞു. വെളുത്തുള്ളി. വെൽക്കം വെളുത്തുള്ളി. ആ സൂപ്പർ. ഓ അത്ര സൂപ്പറൊന്നല്ല. വെൽക്കം പഞ്ഞി വെൽക്കം പഞ്ഞി പറഞ്ഞു അങ്കിള്. അല്ല വെൽക്കം പഞ്ഞി പൊതിഞ്ഞ വെളുത്തുള്ളി. വെൽക്കം പഞ്ഞി പൊതിഞ്ഞ വെളുത്തുള്ളി. തൊണ്ട പോട്ടോ. അതിലിരുമ്പ് വെച്ചത്. അതിലിരുമ്പ് വെച്ചത്. വെരി ബാഡ്. ഇങ്ങനെ പറഞ്ഞ ഞാൻ കുറയ്ക്കും. ഗ്രേഡിന് ആനി ചേച്ചിക്ക് മാത്രമാണ് ഇവിടെ എന്നോടൊരു സ്നേഹം. അതെ പ്ലീസ്. അതെ രോമാഞ്ചം. അതെ തോന്നട്ടെ. ഇങ്ങനെ മാറരുത്. ഇങ്ങനെ മാറാൻ പാടില്ല. എന്ത് എങ്ങനെ? ഞാനും മീനൂട്ടിയല്ലേ ഒരു ടീം. ആ അതെ 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 അതെ. പിന്നെ ഇപ്പൊ എങ്ങനെ അപ്പുറത്തോട്ട് ചാടിയ? പക്ഷെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അവർ ഇതൊക്കെ പറയുമ്പോ ഒന്നും പറയുന്നില്ല അല്ലേ? സപ്പോർട്ട് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും 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 മാറും. താങ്ക് യു താങ്ക് യു. നമുക്കൊരു പേരും കൂടെ ആയി കേട്ടോ, ഓന്തി. ഓന്തിയോ? ആ ഈ ഓന്തല്ലേ നിറം മാറുന്നത്. ഒരു സ്ഥലത്ത് തന്നിരുന്ന പച്ച കളറാണ് പച്ച കളർ, മഞ്ഞ കളറാണ് മഞ്ഞ കളർ. ഓ ആയിക്കോട്ടെ. അപ്പൊ ഓന്തി. ഓന്തി. എടാ കൗശിക്കേ, എന്താ സാർ? നീ സൂപ്പറായിട്ട് പാടി മോനെ. താങ്ക് യു സാർ. ഗംഭീരമായിട്ട് പാടി. അതായത് ഒരു തെറ്റും പറയാനില്ല. പക്ഷേ നമ്മൾ ഈ പാട്ടിൽ ഒരുപാട് സംഗതികളൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നേ നീ അങ്ങ് മേളിൽ പോയേനെ. ഉള്ള സംഗതികളൊക്കെ ഉണ്ട്, പക്ഷേ യു ആർ പെർഫെക്റ്റ്. കാരണം എനിക്ക് എടുത്തു പറയേണ്ട ഒരു സ്ഥലവും ഇതിനകത്തില്ല. നന്നായിട്ട് പാടി. നല്ല ഇതാണ് ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ. ഇത് ഇങ്ങനെ എണ്ണം കാണിച്ചല്ലോ. എനിക്കതൊന്ന് പഠിക്കണം. ഇത് ഇങ്ങനെ എങ്ങണ്ട് ഒന്ന് ചെയ്ത് നോക്കിയാലോ? അതല്ല. ഏട്ടാ, ഒന്ന് ഇല്ല ഇല്ല വേണ്ട. ഞാൻ അവന് മോനെ ഈ ചെവിക്കകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഊരിക്കൊണ്ട് വരാനൊക്കെ പ്രയാസം. നീ അവിടെ നിന്ന് കാണിക്കും, ഞാൻ ഇവിടെ നിന്ന് അടി അടി വാന്ന് പറയാം, വരൂന്ന് പറയാം. ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരുന്നത് വരൂന്ന് പറയാം. വരും വരും വരും. നന്നായിട്ട് ഡാൻസ് ചെയ്ത് കാണിച്ചു തരും. വേറെ സ്റ്റെപ്പ് ഒരു സാധനം ഭയങ്കര നോക്ക്. ഫേമസ് മുമ്പേ. ചൂരലാണ്. അത് വേണ്ട, നീ അവിടെ നിന്ന് കാണിക്കും. മറ്റേ ഇങ്ങനെ ഒന്നും കാണിച്ചല്ലോ. അല്ലടാ. അല്ല അല്ല ഫ്രണ്ട് ത്രസ്റ്റ്. അതവൻ ഏതോ സ്റ്റെപ്പ് തെറ്റിയതാണ്. അതല്ല ആ തോന്നുന്നു. ചേട്ടൻ പറഞ്ഞ മാതിരി ഏതോ തെറ്റി അങ്ങനെ ആയതാ. അങ്ങനല്ല. വേറെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. വിധു അറിയില്ലേ എനിക്ക്. വിധു അത്യാവശ്യം ഏതോ ഒരു സ്റ്റെപ്പ് തെറ്റിയതല്ലേ നിനക്ക്? വിധുവേ അല്ല എനിക്ക് മനസ്സിൽ തോന്നി ഞാനും കളിച്ചു. ഒരു സെക്കൻഡ് വിധുവേ അത്യാവശ്യം പെർഫോമൻസിന് നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അതെ. ജീവിക്കാൻ വേണ്ടി വിധു കൂടെ പോരട്ടെ. രണ്ടുപേരും കൂടെ ഉള്ളവർ. താങ്ക് യു. സ്നേഹം തേനല്ല ഓഹോ നോവിൻ കൈപ്പല്ല. സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല. വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള തുണയൊന്നുമല്ല, നെഞ്ചിൻ നേരുള്ള ചങ്ങാതിയല്ലേ. സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല. ഓഹോ ഓഹോ ഓഹോ. സൂപ്പർ ഡാ. താങ്ക് യു സാർ. സൂപ്പർ ഡാ. താങ്ക് യു സാർ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സാർ. നിനക്ക് ഭീകരമായിട്ട് ചേരുന്നുണ്ട് താങ്ക് യു സാർ. കേട്ടാ. ആ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊന്ന് മടുത്ത് കെട്ടിയും കൂടെ ഒരു ഡാൻസ് ഉണ്ടാവും എന്ന് കരുതി. അത് അതൊരു നല്ലൊരു മൂവ് ആയിരുന്നു. ഒന്ന് വേണമെങ്കിൽ മടക്കി കെട്ടി
രണ്ട് സ്റ്റെപ്പ് വയ്ക്കാൻ. ആ സ്റ്റെപ്പ് വെക്കാമായിരുന്നു. വന്നില്ല മനസ്സിലേ. അതിന് ഞാൻ ആദ്യമേ ഒരു ടിപ്പ് തന്നിരുന്നു. കയ്യില് മൈക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മീനൂട്ടിയെ അടുത്തില്ല, അല്ലെങ്കിൽ കൊടുക്കായിരുന്നു. ഓക്കെ. എനിക്ക് ആ പല്ലവില് ആ ചങ്ങാതി എന്ന് പാടില്ലേ, അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് പാടിത്തരാം. അവിടെയാണ് ഒരു മെലഡി ഉള്ളത്. അങ്കിൾ എപ്പോഴും മെലഡി തപ്പി നടക്കുന്നതാണ്. അപ്പൊ ഈ പാട്ടിൽ അവിടെ ഒരു മെലഡി എനിക്ക് കിട്ടി. അത് അങ്ങനെ പാടിയാ നന്ന്. അതുവരെ റിതമിക്കായിട്ട് പാടിയിട്ട് ആ ചങ്ങാതി മാത്രം എങ്ങനെ പാടണം? മെലഡി ആയിട്ട്. ആ ഇവിടെ ഈ ടോപ്പ് സിംഗറിൽ പവർ സിംഗിങ്ങിന്റെ ഒരു ഉസ്താദാണ് നമ്മുടെ ഒടിയൻ. ഇവന് ഈ ഒടിയൻ എന്ന് വിളിക്കുന്നത് ഒടിഞ്ഞ, കാരണം ഇനി ഇദ്ദേഹത്ത് ഒരു എല്ലും ഒടിയാനില്ല. വളരെ ഇതൊക്കെ ഒരു അപാരന്. അതെ അല്ലേ? മൂക്ക് ഒടിഞ്ഞിട്ടുണ്ടോ? ഇല്ല കൊടുത്തിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. ഇനി ഒടിയ നെക്സ്റ്റ് അത് ഒടിയ ആ ലൈൻ മാത്രം ഒന്ന് പാടി. നെഞ്ചിൻ നേരുള്ള ചങ്ങാതിയൽ. അൻപ പാടി വന്നാലേ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അതുപോലെ ചങ്ങാതി നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് അതൊരു ഗേൾ ഫ്രണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആരൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല, എല്ലാവരും ഫ്രണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഉണ്ടാവല്ലോ. അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ നിന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആണെന്ന് വെച്ചോ. അപ്പൊ എന്റെ അടുത്ത് ആ സ്നേഹം എങ്ങനെ കാണിക്കും? ആ ചങ്ങാതിയായിട്ട് എന്റെ അടുത്ത് പാടും. വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൻ നേരുള്ള ചങ്ങാതിയല്ലേ. നെഞ്ചിൻ നേരുള്ള ഓപ്പൺ ആണ്. പുള്ളി ചങ്ങാതി മാത്രം, അവിടെ മാത്രം എന്നോടുള്ള സ്നേഹം. വൺ മോർ. വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൻ നേരുള്ള ചങ്ങാതിയല്ലേ. അത് നന്നായിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി ഞാൻ പറഞ്ഞിട്ടാവരുത്, നീ സ്വയം മനസ്സിലാക്കി അടുത്ത പാട്ടിന് അത് കൊണ്ടുവരണം. എവിടേക്കാണ് സോഫ്റ്റ് ആക്കേണ്ടത്, എവിടേക്കാണ് ലൗഡ് ആക്കേണ്ടത്. ലൗഡ് ആൻഡ് സോഫ്റ്റ്, അതാണ് മ്യൂസിക് കേട്ടാ. അതിങ്ങനെ കോമൺ ബാലൻസ് ഇല്ലേ, ത്രാസ് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, അത് മനസ്സിൽ വെച്ചോളൂ അങ്ങനെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ അസലായിട്ട് അങ്ങ് പാടാൻ പറ്റും. ഓക്കെ, എന്തോ മാം, വളരെ നന്നായിരുന്നു. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ മാതിരി ആ ഒരു സ്ഥലമാണ് എനിക്കും കുറച്ചുകൂടി ഒന്ന് നന്നാക്കാം, ഭംഗിയാക്കാം, കുറച്ച് ഭാവപൂർവമായിട്ട് പാടാന്ന് തോന്നി. ആ ഒരു സ്ഥലം എപ്പോഴും എനിക്ക് തോന്നും, ഈ ഒരുപാട് അടിപൊളി പാട്ടല്ലേ നമ്മുടെ MG ശ്രീകുമാരേട്ടൻ പാടിയിട്ടുണ്ട്. പക്ഷെ ആ പാട്ടില്, അത് അടിപൊളി പാട്ടില് എത്രയോ എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് ഒരു ലൈന് പാടിയ അതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് ഇങ്ങനെ ഒരു ഫീലില് അത് എന്തൊക്കെയോ ചെയ്യും. അതൊന്നും ബിക്കോസ് ഇവിടെ ശ്രീകുമാരേട്ടനുണ്ടല്ലോ അങ്ങനെ ഒരു എങ്ങനത്തെ ഈ അടിപൊളി പാട്ടിലും എക്സ്പ്രഷൻസ് എങ്ങനെ ചെയ്യാന്ന് അങ്ങനെ ഒരു ഡിക്ഷണറിയാ, വാക്കിംഗ് ഡിക്ഷണറിയാ അവര്. അങ്ങനെ അത് കുറച്ച് പഠിക്കാം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഒന്ന് ഏട്ടനോട് പോയി റൂമിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് വാക്കിൽ എങ്ങനെ ചെയ്യണം എക്സ്പ്രഷൻ, അങ്ങനെ ഒന്ന് പഠിക്കാം. അത് കുറച്ചൊന്ന് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വരും. അതല്ലാതെ ഓഡിയൻസ് നന്നായിട്ട് ഡാൻസ് ചെയ്തു, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു, ഓഡിയൻസ് നോക്കി ചിരിച്ചു, പക്ഷെ എല്ലാം നന്നായിരുന്നു. ഇത് മാത്രം ചില സ്ഥലങ്ങളിൽ ഈ ഓഹോഹോ ആദ്യം പാടിയല്ലേ, സ്നേഹം തേനല്ല ഓഹോഹോ, ഓഹോഹോ, അത് ആദ്യം കുറച്ചൊന്ന് ആ ഒരു എക്സൈറ്റ്മെന്റില് അത് അങ്ങനെ ഈ ഹമ്മിങ് ചിലപ്പോ കറക്റ്റായി വന്നില്ല. അതല്ലാതെ അതൊരു ചെറിയ കാര്യം, അതൊരു സകലം ഒരു കൂടി നമുക്ക് ഡിലീറ്റ് ചെയ്തു. So the performance was absolutely fantastic. ഓടി 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 ഓടിയോ. സൂപ്പർ. എനിക്ക് മോന്റെ സിംഗിങ് സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ജയൻചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ഫുൾ ത്രോട്ടഡ് സിംഗിങ് ആണ് മോന്റെ. ഒന്നിനെയും പേടിയില്ല, നല്ല ജില്ലെന്നിരുന്ന് പാടാൻ. ആ ഭാഗം, ആ ചങ്ങാതി പറഞ്ഞു തന്നില്ല, ആ ഭാഗം അത് അങ്ങനെ പാടുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതും ശ്രീകുമാരേട്ടനും വേണുചേട്ടനും ചേർന്ന് പാടിയ. അതെ, അതായത് മായാവി സിനിമ, അലക്സ് പോളിന്റെ. അലക്സേട്ടൻ്റെ. അതെ,
അപ്പോൾ ഗംഭീര പെർഫോമൻസ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളിയായി. എനിക്ക് ചക്കരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് താങ്ക്സ് എനിക്ക് ഡാൻസ് പഠിപ്പിച്ചു തന്നെ. ഇത് വെച്ച് ഞാൻ എങ്ങനെയും 50 പരിപാടി ഞാൻ ചെയ്യും. ഇതേ സ്റ്റെപ്പ് വെച്ച്. സാർക്ക് എന്നെ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല സാർ, ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പ് നിന്നെ കാണണം ഇനി മുട്ടിലഴിഞ്ഞ പ്രായമായിരിക്കുമല്ലോ. മുട്ടിലഴിഞ്ഞ് അങ്ങനെയല്ല, അങ്ങനെ പറയാം. അങ്ങനെ പറയാം. അല്ല എന്താ ഒരു 1ാം ക്ലാസ് പഠിക്കുമ്പോ ആയിരിക്കും. ഗംഭീരമാവട്ടെ. ഇനി അങ്ങനെ എല്ലാം ഗംഭീരമായിട്ട് പോട്ടെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓടിയ എന്തോ ഓടിയനല്ലല്ലോ, എന്താണ് ചാണകം, വെളുത്തുള്ളി. അങ്ങനെയാണ് നിങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. ഞങ്ങൾ ഗ്രേഡ് പോയിട്ടില്ല അല്ലേ? ഗ്രേഡ് വേണ്ടേ? ആ വേണം. അപ്പൊ ഗ്രേഡ് മാമൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങള് എല്ലാരും കൂടെ ഒരു ഗ്രേഡ് തീരുമാനിച്ചിട്ടുണ്ട്. ഇനി മാമൻ പറയൂ അത്. അസാധ്യമായിട്ട് പാടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 8 ടോപ്പാണ് കൊടുക്കുന്നത്. അതൊക്കെ തന്നതാ. എന്താ ചേട്ടാ, എന്റെ അഭിപ്രായത്തിൽ കൊടുത്താ നമ്മളാരും ജഡ്ജസ് അല്ല, നമ്മൾ നിന്റെ ഫ്രണ്ട്സാ. ചങ്ക് ഫ്രണ്ട്സ്. ചങ്ക് ഫ്രണ്ട്സാ. അപ്പോഴേക്കും അവൻ ചങ്കാക്കി. ചങ്ക് ഫ്രണ്ട്സ്. ചങ്ക് തന്നെ ചങ്ക് തന്നെ. ഡേ അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു എ വാവ് തരണമെങ്കിൽ ഇതിൽ ഒരു ഫാക്ടർ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ആ പാട്ടിനും ഒരു വാവ് ഫാക്ടർ വേണം. അപ്പോഴാണ് നമുക്ക് പാടലും കൂടെ നന്നാവുമ്പോ പാട്ടിനും വാവ്, പാട്ട് പാടിയതിനും വാവ്, രണ്ടും കൂടെ വരുമ്പോഴാണ് നമുക്ക് ആ വാവ് തരാൻ പറ്റും. പക്ഷെ ഈ വാവിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോ കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ്. ഇതുണ്ടോ? ശരിയാണല്ലോ. അമ്മ എന്നുള്ളത് മോം എന്നുള്ളത് ഇൻവേർട്ട് ചെയ്ത് വന്ന എന്തായി? വാവ് അല്ലേ? വാവ് തരാൻ പറ്റുന്നില്ല. തരാൻ പോകുന്നത് ഏതാണ്? അതങ്ങോട്ട് ഉച്ചത്തിൽ പറയണേ. ഇന്ന് ഒടിയൻ കൗശിക്കിന് ഗ്രേഡ് എ അൾട്ടിമേറ്റ്. ഇന്ന് ഒടിയൻ കൗശിക്കിന് ഗ്രേഡ് എ അൾട്ടിമേറ്റ്. അൾട്ടിമേറ്റ് ആണ്. ஒரு கணம் மயங்குது மனம் மனம் வந்த மயக்கத்தில் இருக்கிற ഡോനപ്പോ അവന് കൊടുക്ക് അടിയൊരു പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ അൾട്ടിമേറ്റ്. ചാണകം ചാണകം. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ. വായു 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 വായു. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു. താമരക്കളിത്തോണി. ഞാനിനി നിന്നെ SS വിളിക്കാം. എന്താ അത് എന്ന് വെച്ചാ ശാന്ത സ്വരൂപ് നാനി. ഏത് പാട്ട് പാടിയാലും അങ്ങനെ ഒരു ബുദ്ധനെ പോലെ ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത്. തങ്കം നിനക്കുള്ള തങ്കമാര് സ്വർണം. ആരെയാണ് വിളിക്കുന്നത്? ചന്ദ്രനെ. ഇടിച്ച് ഞാൻ പാസലാക്കാം. മോള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ചില പോർഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് പാടും, അസലായിട്ട് പാടും ചില പോർഷൻസ്. ശിവയുടെ വോയിസ് വെരി ഏഞ്ചലിക്ക. അത് ചില സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് വരുമ്പോൾ അങ്ങനെ വേറെ ആർക്കും അങ്ങനെ പാടാൻ വയ്യ, അങ്ങനെ തോന്നും നമുക്ക്. അങ്ങനെയാണ് ആകാശവും കൂടെ പോന്നേ. വെൽക്കം ടു സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് സ്റ്റോപ്പ് സിംഗർ പവർഡ് ബൈ പോപ്പി, ഐടെക്സ് ഡാസ്ലർ, ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, മിൽമ ഐസ്ക്രീംസ് ആൻഡ് പ്യൂമ കുടകൾ. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. സ്വപ്നവേദിയെ രാഗസാന്ദ്രമാക്കാൻ ടോപ്പ് സിംഗറിന്റെ പ്രിയ ഗായകൻ. വെൽക്കം സൂര്യനാരായണൻ ഓൺ സ്റ്റേജ്.
ഫേവറേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഒത്തിരി കുറേ പാട്ടുകളുണ്ട്, മനോഹരമായ കുറേ പാട്ടുകളുണ്ട്. കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ ബ്രഹ്മാനന്ദ സാറ് പാടി ഭാസ്കരൻ മാഷിൻ്റെ രാഘവ മാഷിൻ്റെ കൂട്ട് പൊക്കം നോക്കിയോ നീ? നോക്കിയില്ല? ഒന്ന് നോക്കാൻ വയ്യായിരുന്നോ? കൂടുന്നുണ്ടോന്ന് അറിയാലോ. കൂടി കാണും. അതെങ്ങനെ ഡെയിലിയാ പൊക്കം വെക്ക? എനിക്കറിയില്ല. MG അങ്കിളിന് എന്ത് തോന്നുന്നു? പേര് ഞാൻ മാറ്റിയല്ലോ, പോലുനാരായണൻ. നല്ല പേരല്ലേ അല്ലേ സൂര്യ? അങ്ങനെ ഒരു പാട്ടില്ലേ, താലുകാലുള്ളൊരു തെട്ടോണ്ട് പോയി, അങ്ങനെ ഒരു പാട്ടുണ്ട്. കോലു നാരായണൻ കട്ടോണ്ട് ഏത് പാട്ടാ മോനെ? മാനത്തെ കായലിൽ. ആഹാ, ബ്രഹ്മാനന്ദജന്റെ അല്ലേ? അതായത് കെ രാഘവ മാഷാണെന്ന് തോന്നുന്നു സംഗീതം. രാഘവ മാഷും പി ഭാസ്കരൻ സാറും. മാനത്തെ കായലിൻ കടപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി. ഓ നിന്റെ പിച്ച്. ഓക്കെ, പാടിക്കുമോ? മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു, താമരക്കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു, താമരക്കളിത്തോണി. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീലാവിറങ്ങി വന്നു, നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നെടുത്തു, താമരക്കളിത്തോണി. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും അടക്കി വയ്ക്കും, കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ശ്രാവണ പഞ്ചമി ഭൂമിയിൽ വിരിച്ചിട്ട പൂവണി മഞ്ചവും മടക്കി വയ്ക്കും, കാർമുകിൽ മാലകൾ മടങ്ങിയെത്തും. ഉണരുണരൂ ഉണരുണരൂ ഉണരുണ
മനസ്സിലാക്കുന്നുണ്ട്. ഈ ശബ്ദം മാറി ഇപ്പൊ പഞ്ചമം വരെ പോകുന്നുള്ളല്ലേ? കാരണം നേരത്തെ എവിടം വരെ പോവായിരുന്നു? കുറച്ചുകൂടെ പോവായിരുന്നു, കുറച്ചുകൂടി ഒരു നിഷാദം നിഷാദം വരെയൊക്കെ പോവായിരുന്നു. ഒരു ഓക്ടേവ് ഇപ്പൊ പഞ്ചമം വരെ പോകുന്നുള്ളൂ. അപ്പൊ ലാസ്റ്റിൽ അതിന്റെ ഒരു ലാഞ്ചന വരുന്നുണ്ട് ഇടയ്ക്ക്. എന്താണ് മരത്തിലാൽ മാൻ കീടാവേ, അവിടെ കുറച്ച് ഇത് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്തുള്ള എല്ലാ പ്രശ്നം എന്താണെന്ന് അറിയാം. ബേസിക് ആയിട്ടുള്ള നമ്മൾ ആക്ച്വൽ ശ്രുതിയിൽ മോൻ നേരത്തെ പാടി കേട്ടിട്ട് പിന്നെ ഇത് വരുമ്പോഴത്തേക്ക് ഈ പിച്ച് ഷിഫ്റ്റ് ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പവർ ഓഫ് ദ സോങ് അത് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. അതൊക്കെ വേറെ കാര്യം. എന്തായാലും മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. മോൻ്റെ ഈ ശബ്ദം ചേഞ്ച് വരുന്നത് കൊണ്ട് മോന് ഒരു കഷ്ടപ്പാടാണ്. കാരണം അത് ഇതിൻ്റെ ഇടയിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യണം, അത് വന്ന് ക്ലീനായിട്ട് വെള്ളിയടിക്കാതെ പാടണം. അതൊക്കെ ഒരു പ്രശ്നമാണ്. എങ്കിൽ തന്നെ നമ്മുടെ പ്രശ്നം കൂടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ ശരിക്കുള്ള പിച്ച് ഏതാണ്? മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. ഇതിൻ്റെ ഒരു ഈ ലെവലിലാണ് കമ്പോസർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതും പാടിയിരിക്കുന്നത് നമ്മുടെ ബ്രഹ്മാനന്ദൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 550 കിലോ ഉണ്ട്. മാനത്തെക്കായൽ എന്നൊക്കെ പറഞ്ഞാൽ മാന ഇടിഞ്ഞു വീഴും. അങ്ങനെ അത്രയ്ക്ക് നല്ല പവർഫുൾ വോയിസാണ്, ഭയങ്കര ശബ്ദമാണ്. ഒരു യുണീക്ക് ശബ്ദത്തിൻ്റെ ഉടമയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നല്ല മനുഷ്യനായിരുന്നു ബ്രഹ്മാനന്ദൻ ചേട്ടൻ. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. കാരണം അവരെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഓർക്കണ്ടേ. കാരണം മലയാള സിനിമയിൽ അദ്ദേഹം കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചേരി പാടുമായിരുന്നു, ഒരുപാട് ഗാനമേളകൾ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്രയും വലിയ മഹാന്മാരെയൊക്കെ ഒന്ന് ഒരിക്കൽ ഓർമ്മിപ്പിക്കാൻ കൂടെ ഈ പാട്ടെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചോളൂ. ഇതിപ്പോൾ എനിക്ക് ബിയോണ്ട് മൈ കൺട്രോൾ, ബിയോണ്ട് യുവർ കൺട്രോൾ. മോനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാടി നന്നായിരുന്നു. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു താമര കളിത്തോണി. സ്ലൈറ്റായിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മോൻ ആ സംഗതി പാടാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ ഈ ഗ്ലിക്ക് ഇത് വരുന്നതുകൊണ്ട് സംഗതി പാടാൻ സാധിക്കുന്നില്ല. പിന്നെ പ്രഷറൈസ് ചെയ്താൽ ഡെഫിനറ്റായിട്ട് അത് വരികയും ചെയ്യും. കുറച്ചുകൂടെ പുഷ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ അത് വരും. അതുകൊണ്ട് ഡോൺ വറി, ഇങ്ങനെ തന്നെ പോട്ടെ. എപ്പോഴാ മാറുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എന്തായാലും ഈ ടോപ്പ് സിംഗർ തീരുന്നതിന് മുമ്പേ മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ പാട്ട് എങ്ങനെ കുറച്ചും കൂടി ഒരു ഔൺസ് ഭാവം കൂടി ഇതിനെങ്ങനെ സൂര്യനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് എൻ്റെ ചിന്ത പോകുന്നത്. മനസ്സിലായോ? എന്തിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്? മാനത്തെ കായലിൽ മണപ്പുറത്ത് ഇന്നൊരു താമര കളിത്തോണി. എന്താണ് അതിന്റെ അർത്ഥം? മാനത്ത് കായലുണ്ട് ഇല്ല, മേഘങ്ങളാണ്. അത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ആകാശം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു മാനത്തൊരു കായലുണ്ടെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു കായലാണെങ്കിൽ അവിടെ വരുന്ന കളിത്തോണി ഏതാണ്? താമര കളിത്തോണി. ഏതാണത്? താമരയുടെ താമര ഒരു ആകാശത്ത് എന്തോ അമ്പിളിമാമൻ. ചന്ദ്രക്കല ഒരു തോണി പോലെ ഇരിക്കും അല്ലേ? അപ്പൊ രാത്രിയിൽ മാനത്ത് ഒരു കായലുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അവിടെ നീന്തി വരുന്ന കളിത്തോണിയാണ് ആര്? ചന്ദ്രൻ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് അടുത്ത അനുപല്ലവിയിൽ പറയുന്നത്? എന്താണ്? തങ്കം. നിനക്കുള്ള തങ്കം ആര്? സ്വർണം. ആരെയാണ് വിളിക്കുന്നത്? ചന്ദ്രനെ. നിന്നെ ഇടിച്ച് ഞാൻ പാസലാക്കാം. തങ്കം എന്ന് പറയുന്നത് ആ ഇഷ്ടപ്പെട്ട ആളെയാണ്. ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ടാണ് പാടാൻ. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമ പൂനിലാവിറങ്ങി വന്നു. അമ്പിളിമാമൻ വന്നിട്ട് അതിന്റെ നിലാവ് തരുമല്ലോ അമ്പിളിമാമൻ. ആ നിലാവ് ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. നിൻകിളിവാതിൽ പതുങ്ങി നിന്നു എന്നാരെങ്കിലും പറയൂടെ? നിൻകിളിവാതിലിൽ പതുങ്ങി നിന്നു. എങ്ങനെ? പതുങ്ങി നിന്നു. അപ്പൊ അതൊക്കെ പോലെ പാടണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. പറഞ്ഞ മനസ്സിലായോ? ആ തങ്കം
അത്രയും പ്രണയത്തോടു കൂടിയാണ് വിളിക്കാൻ. തങ്കം നീ ഭീകരാക്കാതെ തങ്കം. തങ്കം അതാണ് വേണ്ടത്. അതേ പാടുള്ളൂ, അത്രയും ശബ്ദമേ പാടും. കമോൺ. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീലാവിറങ്ങി വന്നു 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 നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു വാതിലിൽ പതുങ്ങി നിന്നു പതുങ്ങി പതുങ്ങി നിന്നു പതുങ്ങി നിന്നു. അത് സോഫ്റ്റ് ആക്കണം. മയക്കമെന്തേ മയക്കമെന്തേ സോഫ്റ്റ് ആയിരിക്കണം. മയക്കമെന്തേ 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 അതൊന്ന് ശ്വാസം എടുത്തിട്ട് വേണം രണ്ടാമത് പാടാൻ. ഓക്കെ, അതൊക്കെ. ഇനി എനിക്ക് പറയാനുള്ളത്, രണ്ടാമത്തെ ചരണത്തിൽ ഉണരൂ എന്ന് പറഞ്ഞില്ലേ? മയക്കമെന്ന് പറഞ്ഞാൽ എന്താണ്? മയങ്ങിക്കിടക്കണമെന്ന് അർത്ഥം. ഉണരുണരും അതേ ശബ്ദത്തിൽ തന്നെ പാടിയാൽ മതിയോ? ഉണരുന്ന് പറഞ്ഞാൽ ഉണരൂ എന്നല്ലേ? ഉണരുണരൂ, അത് ഓപ്പൺ ആയിട്ട് പാടണം. അതാണ് അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞ. മയക്കമെന്തേ നമ്മൾ സോഫ്റ്റ് ആയിട്ട് പാടണം, ഉണരുണരൂ ഓപ്പൺ ആയിട്ട് പാടണം. ഉണർത്താൻ അവിടെ ഉണർത്ത് പാട്ടാവണം. അതെങ്ങനെ പാടും? ഉണരുണരൂ മയക്കമെന്തെങ്ങനെ പാടും? മയക്കമെന്തേ. അതാണ്. ഇത് മനസ്സിലാക്കുന്ന ആളാണ് പാട്ടുകാരൻ. ഇത് മനസ്സിലാക്കാത്ത ആള് പാട്ടുകാരനല്ലടേ. അപ്പൊ നീ ഒരു നല്ല അസൽ പാട്ടുകാരനാവാനുള്ള ടാലന്റ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് ഇത്രയും നേരം ഞാനൊരു സുദാഹരണ പ്രഭാഷണം നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ശബ്ദത്തിന്റെ കാര്യമൊക്കെ വിടുക. നിനക്ക് പറ്റുന്ന രീതിയിൽ, നിന്റെ രീതിയിൽ മാനത്തെ കായൽ എന്നുള്ള പാട്ട് അസലായിട്ട് പാടും. എല്ലാം പറഞ്ഞത് മനസ്സിലായില്ലേ? കൂടുതലൊന്നും പറയാനുണ്ടല്ലോ. ബാക്കിയെല്ലാം അവർ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് പാടി. മോൻ്റെ സൗണ്ട് മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഇവിടെയും ഇല്ലാത്ത ഒരു സമയമാണ്. നമുക്ക് പിച്ച് സെലക്ട് ചെയ്യാനും പാട്ട് സെലക്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷെ അത് ത്രൂ പ്രാക്ടീസ് നമുക്ക് നല്ലൊരു സൗണ്ട് എടുക്കാൻ പറ്റും, വീണ്ടെടുക്കാൻ പറ്റും. അതിന് വേണ്ട പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇവർ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം മനസ്സിൽ ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് ഈ ഫീലിൻ്റെ കാര്യം. ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നല്ല കൊളുത്തി നല്ല ഇങ്ങനെ തണുത്തിങ്ങനെ കിടക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ അത് അത്രയും ഫീലോടുകൂടി പാടിയാൽ കൂടുതൽ കൂടുതൽ കൈയടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഗംഭീരമായിട്ട് അടുത്ത പെർഫോമൻസിന് കുറച്ചുകൂടെ ഗംഭീരമായിട്ട്, ഇപ്പൊ മോശമെന്നല്ല, ഇപ്പൊ അടിപൊളിയായി കുറച്ചുകൂടെ ഗംഭീരമായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഞാൻ ഇനി നിന്നെ SS വിളിക്കാം. എന്താ അത് എന്ന് വെച്ചാ ശാന്ത സ്വരൂപ് നാനി. ഏത് പാട്ട് പാടിയാലും അങ്ങനെ ഒരു ബുദ്ധനെ പോലെ ഒരു പീസ്ഫുൾ ആയിട്ട് ഇരിക്കും. അത് എന്തോ എനിക്ക് ആ മാനത്ത് കായലിൽ അത് പാടിയല്ലേ, ആ കായൻ്റെ അതൊരു ടോൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ പണ്ടത്തെ ഈ നമ്മുടെ ഗ്രേറ്റ് ലെജൻഡറി മ്യൂസിഷ്യൻ അല്ലേ മുകേഷ് സാറിൻ്റെ ഈ കഹീ ദൂർ തബ് ദിൻ ഢൽ ജായേ സാഞ്ച് കി ദുൽ, അങ്ങനെ ആ ഒരു എസൻസ് അല്ലേ അവരുടെ വോയിസിൽ. അവർ കൂടുതലൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഏത് ചെയ്താലും അത്ര ഭംഗിയാണ്. അങ്ങനെയാണ് സൂര്യാവും. കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏത് പാടിയാലും അതിലെ ഒരു ശ്രദ്ധയും അതിലൊരു സിൻസിയറിറ്റി, ആ ടോണിലെ ഒരു ഓണസ്റ്റി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വോയിസൊക്കെ അത് നന്നായിട്ട് വരുമ്പോൾ അതെല്ലാം സഹായിക്കും. ഏറ്റവും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ മോൻ്റെ ഗ്രേഡ് ചേട്ടനും ഞാനും നമ്മൾ 4 പേര് ഡിസ്കസ് ചെയ്യായിരുന്നു. അതായത് ശരിക്കും ഒരു A ടോപ്പ് അതിലേക്കാണ് വരേണ്ടത്. പക്ഷേ ആ ശബ്ദത്തിന് എന്താണ് ആ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ ഷുവറായിട്ടും. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതുണ്ടായിട്ടും അതെല്ലാം മറച്ചു വെച്ച് കലക്കി പാടിയതിന് യു ആർ അവാർഡഡ് A അൾട്ടിമേറ്റ് ടുഡേ. താങ്ക് യു സർ. അടിപൂക്കുറ്റി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A അൾട്ടിമേറ്റ്. താങ്ക് യു സർ. താങ്ക് യു. സൂര്യ, എന്തോ
മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ചില പോർഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് പാടും, അസലായിട്ട് പാടും ചില പോർഷൻസ്. ശിവയുടെ വോയിസ് വെരി ഏഞ്ചലിക്ക. അത് ചില സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് വരുമ്പോൾ അങ്ങനെ വേറെ ആർക്കും അങ്ങനെ പാടാൻ വയ്യ, അങ്ങനെ തോന്നും നമുക്ക്. അങ്ങനെയാണ്. ആകാശവും കൂടെ പോന്നേ. വെൽക്കം ടു സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ പവർഡ് ബൈ പോപ്പി, ഐടെക്സ് ഡാസ്ലർ, ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, മിൽമ ഐസ്ക്രീംസ് ആൻഡ് പ്യൂമ കുടകൾ. സ്നേഹ സംഗീത സംഗമ വേദിയിലെ മിടുക്കി നമ്മുടെ സ്വന്തം ശിവാനി. വെൽക്കം ശിവാനി ഓൺ സ്റ്റേജ്. ചെല്ലക്കാറ്റ് ചൊല്ലു ചൊല്ലു ചക്കരവാക്കിലെന്തോ. ഡുവറ്റ് സോങ്സ് ഒക്കെ ഞാൻ പാടിയിട്ടുണ്ട്, പക്ഷേ സിംഗിങ് വിത്ത് ജഡ്ജസ് എന്ന ഇത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇന്ന് ഡുവറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിലെ ചിത്രാമ്മയും MG ശ്രീകുമാർ സാറും പാടിയ തങ്കത്തിങ്കൾ കിളിയായി കുറുകാം എന്ന പാട്ടാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറാണ്. ഇതിന് മുന്നേയുള്ള റൗണ്ട്സിലൊക്കെ ഞാൻ വിദ്യാസാഗർ സാറിൻ്റെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേട്ട ഡുവറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് വിദ്യാസാഗർ സാർ ചെയ്ത ഈ പാട്ട്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ആകാംക്ഷയുണ്ട് ആരാണ് ഇന്ന് എൻ്റെ കൂടെ പാടാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ എൻ്റെ പരമാവധി ഞാൻ നന്നായി പാടിയിട്ട് വരാം. ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നത്? തങ്കത്തിങ്കൾ കിളിയായി കുറുകാം. വിദ്യാസാഗർ സാർ അല്ലേ? ഡ്യുവറ്റ് അല്ലേ ഇത്? ഡുവറ്റ് അല്ലേ? ആരാണ്? ശ്രീമരട്ടനാണ് പാടുന്നത്? അതെ. അത് പാടില്ല. ഒറിജിനൽ പാട്ടുകാരൻ തന്നെ പാടും. വേറെ ആരും നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ സമ്മതിക്കില്ല. ശ്രീമാർ അണ്ണൻ ആരാണെങ്കിലും കുഴപ്പമില്ല. ശ്രീമാർ അണ്ണൻ പാടുന്ന പറഞ്ഞാൽ അതൊരു വലിയൊരു ഓണർ അല്ലേ? അല്ലേ? നമുക്ക് 2 ലൈൻ ചേട്ടൻ എന്ന് കേൾക്കാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ, നെഞ്ചിനുള്ളിലൊരു മോഹം അതിനിന്ദ്രനീലലയഭാവം. കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാം. അമ്പിളി നാളം പതിമീട്ടുമൊരു തമ്പുരു പോലെ തലോടാം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. ചേട്ടാ, ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും ചേട്ടനും ചിത്ര ചേച്ചിയും മുട്ടായി പോലെയാണ് പാടിയിരിക്കുന്നത്. എനിക്കൊരു സംശയമുണ്ട്, അതായത് ചേച്ചി പാടിയതിന് ശേഷമാണോ ചേട്ടൻ പാടിയത്? കാരണം ചേട്ടൻ കുറേ സംഗതികളും കൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് ചിലപ്പം സാധ്യതയുണ്ട് കേട്ടോ, സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക്, കാരണം ചിലപ്പം ഞാൻ പാടിയിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എൻ്റെ മേളിൽ കുറെ സംഗതി ഇട്ട് നിറച്ചോളെ, അപ്പം ഞാൻ ഇസ്പയുടെ 7ാം കൂലിയാവും. അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരി പാടിയതിന് ശേഷം ഞാൻ പോയി പാടും. ഈ പാട്ട് അങ്ങനെ തന്നെയാണ്. 1 തരം, 2 തരം, 3 തരം. ഇന്ന് ഇവിടെ ഈ വേദിയിൽ നമ്മുടെ വിധുവാണ് ഈ പാട്ട് കൂടെ പാടാൻ. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കണം. വിധു ചേട്ടനോട് പാടാൻ പറ്റുന്ന, അതോ വിധു അങ്കിളിന്റെ കൂടെ? ചേട്ടൻ 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 വേണമെങ്കിൽ വിധു എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. വിധു അങ്കിളാണ് ആപ്റ്റ് കേട്ടോ. അതാണ് ആപ്റ്റ്. അപ്പൊ അങ്കിളിന്റെ കൂടെ വേറൊന്നുമല്ല വിധു, ഇവിടെ എല്ലാ അങ്കിളുമാരാ. ആണല്ലേ? പിന്നെ അത് മതി. കാരണം വേണമെങ്കിൽ കൂട്ടിത്തരാം. വേണ്ട വേണ്ട വേണ്ട, മാമൻ വേണ്ട, വിധുമാമൻ എന്നാക്കി തരാം. വേണ്ട. അപ്പൊ മാമന്റെ കൂടെ പാടാനുള്ള അവസരം ആണ്. അപ്പൊ വിധു, താങ്ക്സ് എ ലോട്ട് ഫോർ ബീയിങ് ഗുരുസ്ഥാനീയരായിട്ടുള്ള 3 പേരുടെ മുമ്പിൽ നിന്ന് ഞാൻ പാടുകയാണ്. ദയവ് ഇത് എനിക്ക് മാർക്ക് ഇടരുത് പ്ലീസ്. ഏക ഒരിത് മാത്രമേ ഉള്ളൂ.
അപ്പൊ പോട്ടെ ചേട്ടാ, എല്ലാവരുടെയും please, please. അനുഗ്രഹത്തോടു കൂടി ഞാൻ പോകുന്നു. പാടുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ബിരിയാണിയുടെ ആ തലശ്ശേരി കുറെ നാളായിട്ട് പറ്റിക്കുകയാണ്. ശരിയാ. തലശ്ശേരി കൊണ്ടുവരും, അവിടുന്ന് കൊണ്ടുവരും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരും, നാട്ടിൽ ഹാരിസ് പോയില്ലേ? കൊണ്ടുവരും. അല്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കും ചീത്തയായി പോവും. നോക്ക്. അപ്പൊ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കും. ആ ശരിയാ, അത് നോട്ട് പോയിന്റ്. അപ്പൊ പിന്നെ ചീത്താവാൻ പറ്റില്ലല്ലോ. ആ എപ്പോഴും പ്രതീക്ഷിക്കാം ബിരിയാണി. അടുത്ത സീസണിൽ അടുത്ത കൊല്ലോ, അടുത്ത പ്രാവശ്യം, അടുത്ത പെർഫോമൻസിന് മുമ്പേ. ഓക്കെ, അഗ്രീഡ്, പ്രോമിസ്. അല്ലെങ്കിൽ കട്ടീസ് ആണ്. വിധു ചേട്ടാ വെൽക്കം. ചേട്ടാ ശിവാനി ഓൾ ദി ബെസ്റ്റ്. വെൽക്കം. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ നനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. ഇത് പാടും. ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കണ്ണടച്ച് പാടിയാൽ ശരിയാവില്ല. ഡ്യുവറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. Give and take. ഈ ശ്രുതി കുറയ്ക്കണം, ശിവന് കുറയ്ക്കണോ? ഇതിപ്പോ ഏതാ പിച്ച്? 2 സിക്ക് ഒന്ന് വായിച്ച്. ദൂരെ ആരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയം. താഴെ പോണ്ടോ വേറെ? തങ്കത്തിങ്കൾ കിളിയായി താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. ശരിക്കുള്ള വെച്ചതാ. മറ്റേതിൽ കുറച്ച് മേളെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. അത് ശരിക്കുള്ള ഓക്കെ ആണോ? ഡി ഈസ് ഓക്കെ ഫോർ യു? എന്നാ സീലാക്കാം. അതല്ലേ ഞാൻ പറഞ്ഞത്. വിച്ച് വൺ ഇസ് മോർ കംഫർട്ടബിൾ ഫോർ യു? യു ഡിസൈഡ്. യു ആർ ഗിവൺ ദ ഓപ്ഷൻ. ഡീൽ പടി. ഡീല് പാടാം. ഡീൽ പാടാം. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഗോ. റൈറ്റ്. 1 2 1 2
മകുടം പോലെ ആഴത്തിൽ ചേരുന്നു ജീവനും. ശിവസ് സർ നന്നായിരുന്നു. താങ്ക് യു സർ. ഇതിനെ പറ്റി എന്താ പറയണ്ടത്? എന്നാലും എന്തേലും പറയൂ ചേട്ടാ. അത് സമാധാനത്തിൽ ഒന്ന് പാടുമ്പോ നല്ലത് പറയണോ ചീത്ത പറയണോ? ചീത്ത ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ഇല്ല ചേട്ടാ, ചേട്ടൻ എന്തും പറയാം, നമുക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യം. മോള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ചില പോർഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് പാടും, അസലായിട്ട് പാടിയിട്ടുണ്ട് ചില പോർഷൻസ്. ശിവയുടെ വോയിസ് വെരി ഏഞ്ചലിക്ക. അത് നമുക്ക് അത് ചില സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് വരുമ്പോൾ അങ്ങനെ അത് വേറെ ആർക്കും അങ്ങനെ പാടാൻ വയ്യ, അങ്ങനെ തോന്നും നമുക്ക്. അങ്ങനെയാണ്. ആകാശത്തുന്നൊരാനെ കിട്ടി, ആകാശവും കൂടെ പോന്നേ, ആനക്കിനിയാളാവാൻ ഒരു പൂരം വന്നേ, ആ പൂരം ഇന്നാണെന്നേ. Welcome to Swayamvara Silks Flowers Top Singer, powered by Poppy, Itex Dazzler Luminous Liquid Makeup, Milma Ice Creams and Puma Kudagal. ശിവസ് സർ നന്നായിരുന്നു. താങ്ക് യു സർ. ഇതിനെ പറ്റി എന്താ പറയണ്ടത്? എന്നാലും എന്തേലും പറയൂ ചേട്ടാ. അത് സമാധാനത്തിൽ ഒന്ന് പാടുമ്പോ നല്ലത് പറയണോ ചീത്ത പറയണോ? ചീത്ത ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. ഇല്ല ചേട്ടാ, ചേട്ടൻ എന്തും പറയാം, നമുക്ക് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. വിധുവിനെ കുറിച്ച് എനിക്ക് എപ്പോഴും നല്ലതേ പറയുന്നത്. താങ്ക് യു ചേട്ടാ, താങ്ക് യു. വിധുവിന്റെ ശബ്ദം സോ സൂത്തിങ്, എപ്പോഴും കേൾക്കുമ്പോൾ സോ മെലോഡിയസ്. ആ റെസണൻസ് വളരെ നമുക്ക് നമ്മുടെ കാതിന് ഇമ്പം തരുന്ന രീതിയിലാണ് എപ്പോഴും വിധു പാടുന്നത്, എല്ലാ പാട്ടും പാടുന്നത്. അപ്പോൾ അതിന്റെ ഒരു സുഖം നമ്മൾ അനുഭവിച്ചേട്ടാ, അല്ലേ ചേട്ടാ? 100%. ആ സുഖം, ആ സുഖം, ഈ പാട്ടിന്റെ സുഖം വിധുവിന്റെ ശബ്ദത്തിലൂടെ ഇങ്ങനെ ഒഴുകി വന്നു. ശ്രുതി ശുദ്ധമായിരുന്നു. ശ്രുതി ശുദ്ധം. അപ്പൊ അതാണ് അത്. ആ ശ്രുതി ശുദ്ധമാകുമ്പോൾ എങ്ങനെയായാലും അത് ആ ഒരു ലയമുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് യു ക്യാൻ ക്രിയേറ്റ്. അതാണ് നാദലയം അതുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് വിധു. ഇറ്റ്സ് മൈ പ്ലഷർ. നമ്മുടെ കുഞ്ഞിന്റെ കൂടെ നിൽക്കാനും അത് പാടാനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനും നന്നായിട്ട് പാടി. ഓക്കെ, ഈ പാട്ടിന് ഒറിജിനൽ പാട്ടുകാരൻ ഇവിടെയുണ്ട്, ശ്രീമാരേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ സംഗതികൾ, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. അല്ല, അത് ഒരു കാര്യം ചെയ്യും, ഇത്തവണ കുട്ടൻ തന്നെ പറ, കാരണം കുട്ടിന് ഈ പാട്ട് നന്നായിട്ട് അറിയാവുന്നതാണ്. യു നോ ദാറ്റ്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, ദിസ് ഇസ് എ ഡ്യുവറ്റ്. ഡ്യുവറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്യുവറ്റ് എന്ന് പറഞ്ഞാൽ സോളോ അല്ല എന്നർത്ഥം, അല്ലെ? ഒരാളുടെ ഇതല്ല, രണ്ടുപേർ ഒന്നിച്ച്, അതല്ലേ? അപ്പോൾ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്, അല്ലേ? അപ്പോൾ യു ഹാവ് ടു ടേക്ക് ദ മ്യൂസിക് ഫ്രം വിധു ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ. ഇറ്റ് മീൻസ് ടേക്ക് ഇറ്റ് ഇൻസൈഡ് ആൻഡ് ഗിവ് എന്ന് പറയുന്നത്, യു ഹാവ് ടു ഗിവ് യുവർ മ്യൂസിക് ടു ഹിം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഗീതം കൊടുക്കൽ വാങ്ങലാണ് ഒരു ഡ്യുവറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലായോ? അതങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കാണാൻ പാടില്ല. അല്ല, നമ്മൾ കണക്കിലൊക്കെ പറഞ്ഞ LHS RHS എന്ന് പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ കാണാൻ പാടില്ല. ചിരിച്ചേട്ടാ, അത് പഠിക്കാറുണ്ടോ? ഒന്നുമില്ല, ഞാൻ എം ജി അങ്ങള് പറഞ്ഞ കേട്ട് ചിരിച്ചതാ. എനിക്കറിയാം, ഹിസ്റ്ററിയിലല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. രണ്ട് സ്ക്രീനായിട്ട് കാണാൻ പാടില്ല. ഡ്യുവറ്റ് നിൽക്കുമ്പോൾ രണ്ടും ഒന്നായിട്ട് സംഗീതപരമായിട്ട് കാണാൻ പറ്റണം. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മുടെ ശിവക്കുട്ടി കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം തോന്നി. അപ്പൊ എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, ഇത് ഒന്ന് പല്ലവി പാടിക്കൊടുക്കാമോ? അപ്പോൾ വൈ നോട്ട് യു സിംഗ് ഇറ്റ് ബാക്ക്, ഗിവ് ഇറ്റ് ബാക്ക് ടു ഹിം, ടേക്ക് ദ മ്യൂസിക് ഫ്രം ഹിം ആൻഡ് ഗിവ് ബാക്ക് ദ മ്യൂസിക് ടു. ഓക്കെ, റൈറ്റ്. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തൂവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ. ഇപ്പൊ കണ്ട, ഇപ്പൊ വിധുപാട് തന്ന തന്ന തനന തനന തന തന തനന തനന, അതില് വലിക്കാൻ പാടില്ല. അപ്പൊ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുമ്പോ ഇങ്ങോട്ട് കറക്റ്റായിട്ട് താളത്തിൽ പാടി തന്ന സാധനം നമ്മൾ തിരിച്ച് കുറച്ചും കൂടെ താളം വലിച്ചങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ കൊടുക്കണം, അപ്പോഴാണ് ഡ്യുവറ്റ്. മക്കള് പാടിയ തങ്കത്തിങ്കൾ കിളിയായി കുറുകാം,
വിധുനെ നോക്കി. താരത്തൂവൽ നനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. ബെറ്റർ അല്ലേ? ആ അടുത്തല്ലേ? വണ്ടുലഞ്ഞ മലർ പോലെ വാർനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിലൊരു മോഹം അതിനിന്ദ്രനീലലയ ഭാവം. സൂപ്പർ നന്നായി. കുങ്കുമമേഘം കുളിരു കോക്കുമൊരു മഞ്ഞല പോലെ ഉലാവാ അമ്പിളി നാളം പതിയെ മീട്ടുമൊരു തമ്പുരു പോലെ തലോടാ. ഇത് ഒരൊറ്റ ശ്വാസത്തിൽ പാടാൻ പറ്റുമോ? കാരണം ഗ്യാപ്പ് ഉണ്ടല്ലോ. വിധു പാടി അവസാനിപ്പിക്കുന്ന സ്ഥലത്ത് അങ്ങനെ സംഭവം അകത്തോട്ട് എടുത്തിട്ട് പാടണം. ഓക്കെ, സൗണ്ട് കൂടെ കൊടുത്താൽ വളരെ നന്നായിരിക്കും. കിട്ടിയേ പറ്റും. റെഡി? കുങ്കുമമേഘം കുളിരു കോർക്കുമൊരു മഞ്ഞല പോലെയുലാവാ അമ്പിളി നാളം പതിയെ മീട്ടുമൊരു തമ്പുരു പോലെ തലോടാ. ഇത് കൂടുതൽ പ്രഷർ ഉള്ളിലുള്ളതുകൊണ്ടാണ് വെളിയിലോട്ട് വരുമ്പോൾ ശ്രുതി ചേരാതെ വരുന്നത്. അപ്പോൾ പ്രഷർ കുറയ്ക്കുക. ഇപ്പൊ വിധു എന്ത് ഈസി ആയിട്ട് അത് പാടി അല്ലേ? വിധുവിനെ പോലെ പാടാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ അനുപല്ലയും കൂടെ പോട്ടെ. അത് അത്രയും ഒരു ദേവഹിന്ദോളം വരെ ഒരു ശ്വാസം നന്നായി എടുക്കണം. അത് കൂടെ കുഴപ്പമില്ല. നേരത്തെ കറക്റ്റായിട്ട് വന്നായിരുന്നു. നേരത്തെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. അടുത്ത് കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ വാ. ശിശിരം പകരും പനി നീർമഴയിൽ വെറുതെ നനയുമ്പോൾ മോള് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ചില പോർഷൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, അസലായിട്ട് പാടിയിട്ടുണ്ട് ചില പോർഷൻസ്. കാരണം സാധാരണ പാടുന്നതിനെക്കാട്ടിൽ ബെറ്ററായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷെ പല്ലവിയിലൊക്കെ ഇപ്പം കുട്ടം പാടിച്ചപ്പോഴാണ് അതിൻ്റെ ആ കംപ്ലീറ്റ് ആ താളത്തിൻ്റെ ആ ഗ്രൂവിൽ വന്ന് വീണാല് ഇപ്പം വിധു സൂപ്പറായിട്ട് പാടി. കാരണം വളരെ ശ്രുതിശുദ്ധമായിട്ടും ഭാവാത്മകമായിട്ടും സംഗതികളും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഇതുപോലും ഇല്ല, റെക്കോർഡ് പോലെ പാടിയിട്ടുണ്ട്. അപ്പം മോള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് ഇപ്പം ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറഞ്ഞ പോലെ മോൾ അതുപോലെ തന്നെ പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പം തിരിച്ച് പാടിച്ചപ്പോൾ നന്നായി, പക്ഷെ അതുപോലെ പാടിയാൽ ഒന്നുകൂടെ ഗംഭീരമായിരുന്നു. ഇപ്പം കണ്ടില്ലേ? തങ്കത്തിങ്കൾ കിളിയായി കുറുകാം താരത്തുവൽ നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ. അങ്ങനെ ആ താളത്തിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് സ്വിങ് കിട്ടും. ഏതായാലും പാട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഈ സമയത്ത് ഒരു താങ്ക്സ് കൂടെ വിദ്യാസാഗർ എന്ന് പറഞ്ഞ ആ വലിയ പ്രതിഭയ്ക്ക് ഒരു നന്ദി വണക്കം അണ്ണാ. വിദ്യാജി, ഓൾവേസ് എ ഗ്രേറ്റ് ഫാൻ ഓഫ് യുവർ മ്യൂസിക്. നമസ്തേ. നമ്മളിപ്പോൾ IPRS എന്ന് പറഞ്ഞ സംഘടനയിൽ അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അനു, വാട്ട് അബൌട്ട് ഷിവുസ് പെർഫോമൻസ് ടുഡേ? ഷിവു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാ. അത് ശിവയുടെ വോയിസ് വെരി ഏഞ്ചലിക്ക. അത് ചില സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് വരുമ്പോൾ അങ്ങനെ വേറെ ആർക്കും അങ്ങനെ പാടാൻ വയ്യ, അങ്ങനെ തോന്നും നമുക്ക്. അങ്ങനെയാണ് കേട്ടോ. പല സംഗതികൾ കറക്റ്റായിട്ട് പാടി, എന്നാലും ഒരു സെലിബ്രിറ്റി സിംഗറോട് നമ്മൾ ഒപ്പം നിന്ന് പാടുമ്പോൾ ചിലപ്പോൾ അവരുടെ ആ ഒരു റിതം, ബോഡി ലാംഗ്വേജ്, അവരുടെ എസ്തെറ്റിക്സ് അതൊക്കെ നമ്മൾ അനുസരിച്ച് അങ്ങനെ കൂടെ പോകാൻ അത് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. അത് എക്സ്പീരിയൻസിൽ നമുക്ക് വരും.
കേട്ടോ. ഇപ്പൊ തനിച്ച് പാടുമ്പോൾ നമുക്ക് നമ്മുടെ സ്വയം ടെമ്പോ നമ്മുടെ കൺട്രോളിലുണ്ട് എല്ലാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡുവറ്റിൽ നമുക്ക് ഒന്ന് ഇതൊക്കെ ശ്രദ്ധിച്ച് പോകണം. അത് എക്സ്പീരിയൻസിൽ തീർച്ചയായിട്ടും വരും. മോൾക്ക് അങ്ങനത്തെ കഴിവുണ്ട്. പക്ഷെ ഈ ശ്രുതിന്റെ പിച്ചിങ് അല്ലേ ഒന്ന് ചിലപ്പോ മോൾക്ക് ഒരു കുറച്ച് ഫാസ്റ്റ് ടെമ്പോ ആയ ശ്രുതിന്റെ പ്രശ്നം. ഇനി പിച്ചിങ് എന്ന് പറഞ്ഞാൽ അടിയുള്ളൂ. പിച്ചിങ് അല്ല, ശ്രുതിന്റെ പ്രശ്നം. അത് കറക്റ്റ്. ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയാൽ ചിലപ്പോ ഈ ശ്രുതിന്റെ പ്ലേസ്മെന്റ് ഇവിടെ എവിടെ പോകുന്നു അതൊന്ന് നമുക്ക് നേരാക്കണം. ബിക്കോസ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പാടണ്ടേ. ഒരു സ്ഥലത്തിൽ പെർഫെക്റ്റ്, ഒരു സ്ഥലത്തിൽ ഇച്ചിരി ഒരു ശകലം പോയി, അങ്ങനെ വേണ്ട. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഒരു ഹാബിറ്റ് ആക്കണം. അത് പെട്ടെന്ന് വരാൻ അത് ഡിഫിക്കൽട്ടാണ്, പ്രയാസമാണ്. എന്നാലും മോൾ നന്നായിട്ട് ശ്രമിച്ചു. ഐ റിയലി ലവ്ഡ് ഇറ്റ് ആൻഡ് ഹാറ്റ്സ് ഓഫ് വിധു. ഞാൻ വിധുയുടെ ഒപ്പം ഞങ്ങള് കുറെ കോൺസേർട്ട്സ് ചെയ്തിട്ടുണ്ട്. വിധുവിന്റെ തുടക്കത്തില് അല്ലേ തുടങ്ങിയപ്പോ വിധു അങ്ങനെ തന്നെ വേണം. എന്താ അങ്ങനെ തന്നെ വേണോ? നന്നായി, വളരെ നന്നായി. അല്ല അങ്ങനല്ല, അത് പറഞ്ഞ മനസ്സിലായില്ല. അതായത് ഇപ്പം പറഞ്ഞപ്പം വിധുവിന് റോമാഞ്ചം ഉണ്ടായെന്നാണ് പറഞ്ഞത്. എന്ത് വേണമെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷെ വിത്ത് യുവർ വോയിസ് ഐ റിയലി തിങ്ക് ദ പ്രസൻസ് ആൻഡ് അത് പ്രസൻസ് വിത്ത് സച്ച് ഡെലിക്കറ്റ് ആൻഡ് സെൻസിറ്റിവിറ്റി. ചിലപ്പോൾ സം പീപ്പിൾസ് പ്രസൻസ് ഇസ് വെരി ലൗഡ്. അങ്ങനെയില്ല. വിധു ആ പാട്ട് കേൾക്കുമ്പോൾ യു ക്യാൻ ഹിയർ എവറിഥിങ് but you're still very subdued and subtle and delicate, and that makes you അത് വളരെ യുണീക്ക് ആയി. അത് ഒരു എലഗൻസ് ആണ്. Thank you so much. Absolutely. Thank you so much. I really enjoyed it. You all made my day. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഇങ്ങനത്തെ കുട്ടികൾക്ക് ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. My pleasure always. ആൻഡ് കുറെ പഠിക്കാനുണ്ട്. അവരോട് പാടുമ്പോൾ നമുക്ക് റിഹേഴ്സൽ ചെയ്യുമ്പോൾ അവരെങ്ങനെയാണ് പാടുന്നത്, എവിടെ എടുക്കുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ്, നമുക്ക് ഇതൊക്കെ പഠിക്കാം. കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ വിദ്യാസാഗർ സാറിനെ കുറിച്ച് ഒരു ചെറിയ വാക്ക് ഞാൻ പറയണം തീർച്ചയായിട്ടും. ബിക്കോസ് ഞാൻ പ്ലേ ബാക്ക് സിംഗറായി തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് ഗാനങ്ങൾ കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചതിൽ ഹീസ് വൺ ഓഫ് ദോസ് ഫാന്റാസ്റ്റിക് മ്യൂസിക് ഡയറക്ടേഴ്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ പാട്ട് ഒരു സുത്സാരങ്ങല്ലേ, അങ്ങനെ തന്നെയാണ്. ഇത് വിദ്യാസാഗറിനെ വളരെ ഇഷ്ടമുള്ള രാഗമാണ്. ഇങ്ങനെ തന്നെ അൺവേഷ്യം എന്ന പിക്ചറിൽ ഞാൻ ആ പിക്ചറിൽ ഡബിങ് ചെയ്തിട്ടുണ്ട് കിരൺ ആക്ട്രസിന്. ആ പിക്ചറിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. ആ പാട്ട് എനിക്ക് ഓർമ്മ വന്നു. അത് വിദ്യാജീന് വേണ്ടി എനിക്കത് പാടാന്ന് തോന്നി. ഓവിയത്തിൻ ജീവൻ എങ്ക ഉള്ളത്, ഉത്തു പാർക്കും ആളിൻ കണ്ണിലുള്ളത്, പെണ്ണുടമ്പിൽ കാതൽ എങ്ക ഉള്ളത്, ആൺ തൊടാத ഭാഗം തന്നിലുള്ളത്, നീ വரைய தெரிந்த கவிஞன் கவிஞன், பெண் வசியம் தெரிந்த கலைஞன் கலைஞன், மேகத்தையே மாற்றி மண் சேரும் மழை போல மழையோடு விழுந்தாயே வா, பூவாசம் புறப்படும் பெண்ணே நான் பூவரைந்தாள், தீ வந்து விரல் சுடும் பெண்ணே நான் தீ வரைந்தாள், உயிருள்ளதெல்லாம் உயிர் கொள்ளும் என்றால் உயிருள்ள நானோ என்னாகுவேன், உயிர் தாங்கிடும் ஓவியம் நீயடி, பூவாசம் புறப்படும் பெண்ணே நான் പൂവരൈന്താൾ. This is one of his compositions. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. sung by I think ശ്രീറാം പാർത്ഥസാരഥി and സാധന അറിയില്ല. This is for you, Vidya. Amazing composer. അപ്പോൾ ശിവു, we will go for a top today. Yes. ലോരപ്പൻ ചേട്ടോ, എന്താ ഉണ്ടായിരിക്കുന്നത്? അടിപൂക്കുട്ടി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ടോപ്പ്. വിധു ചേട്ടാ താങ്ക് യു. വെൽക്കം. ശിവു താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
പറയുവാനിതാദ്യമായി വരികൾ മായേ മിഴികളിൽ ഒരായിരം മഴവിൽ പോലെ ശലഭമായി പരന്നൊരാൾ അരികിൽ ചേരും പതിയെ ഞാൻ തൊടുന്നതും അവളോമായും. Welcome to Swayamvara Silks Flowers Top Singer, powered by Poppy, iTech Dazzler Luminous Liquid Makeup, Milma Ice Creams and Puma Kudagal. Flowers Top Singer audience choice nu vendittulla time aanu. Audience hello. അപ്പോൾ ടോപ്പ് സിംഗർ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ടോപ്പ് സിംഗറിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ജെയ്ഡന്റെ പാട്ടാണോ എപ്പോഴും കേൾക്കാറ്? ജെയ്ഡന്റെ പാട്ട് മറ്റെല്ലാ കുട്ടികളുടെ പാട്ടും കേൾക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ജെയ്ഡൻ എത്ര നന്നായിട്ട് മലയാളമൊക്കെ പറയുന്നോണ്ടാണോ? യെസ്, അവന്റെ ആ ഒരു സ്മൈലിംഗ് അങ്ങനെ എല്ലാം ചിരി ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പൊ ജെയ്ഡനെ ഇപ്പൊ വിളിക്കട്ടെ, നേരിട്ട് ചിരിയൊക്കെ കാണാം. തീർച്ചയായിട്ടും. ഓക്കെ, വെൽക്കം ജെയ്ഡൻ ഓൺ സ്റ്റേജ്. അപ്പൊ ജെയ്ഡൻ എന്ന ചേച്ചിക്ക് വേണ്ടി ഏത് പാട്ടാ പാടിക്കൊടുക്കുന്നത്? ഇന്ന് പാടാൻ പോകുന്ന ആശിച്ചവൻ ആകാശത്തുനിന്ന് ഒരു ആന കിട്ടിയെന്ന പാട്ടാണ് പാടാൻ പോകുന്നത്. ആ പാട്ട് ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് എന്റെ. അപ്പൊ ജെയ്ഡൻ അത് നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം. വിധു ചേട്ടാ, സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്?
ഒടിയൻ കൗശിക്. വെൽക്കം കൗശിക് ഓൺ സ്റ്റേജ്. ജയം ഇനി നമുക്കാണുലകിലെവിടെയും അതിരുവരെ ആയുർവേദ മിക്സ് മഞ്ഞൾ സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദി ഡേ MJ ആംഗിൾ വെച്ചു. കനവുകളുമായി you gotta wake up now. മൊമെന്റ് ഓഫ് ദി ഡേ MJ ആംഗിൾ വെച്ചു കൊടുക്കുന്നു. സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല വെറുതെ പറയുന്ന വേദാന്തമല്ല മഴവിൽ നിറമുള്ള തുണയൊന്നുമല്ല നെഞ്ചിൻ നേരുള്ള ചങ്ങാതിയല്ലേ സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല ഓഹോ ഇവിടെ വാടാ. എന്ത് പറ്റി? ഞാൻ ബീച്ചിലേക്കാണ് ബീച്ചാ? എനിക്ക് വട്ടായടേ വട്ടായ. റിച്ചുവിനെന്താ പറ്റി? പൊങ്കൽ കയ്യിൽ താളം പിടിക്കുമ്പോൾ അഴകെന്നെ വിളിക്കുന്നു നിറമേഴും പൊലിക്കുന്നു. ഇതുവരെ ആ കൂളിംഗ് ക്ലാസ് ഇല്ലായിരുന്നല്ലോ. ആ പൈസക്കാരനെ അടിച്ചു ആ പൈസക്കാരനെ അടിച്ചു മാറ്റി. ശീലവസന്തം പീലിയൊഴിഞ്ഞു മധുരയിൽ പൗർണമിയായി. ഈ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് വലിയൊരു പാട്ടുകാരനാവും, സംശയമില്ലാത്ത കാര്യം. ഇപ്പോഴും ഇങ്ങനെ പാടുമെങ്കിൽ ഒരു 20 വയസ്സിൽ എപ്പിടി പാടും എന്നാണ് ഞാൻ ആലോചിച്ചത്. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് It was a beautiful musical journey. എൻ കാമുകനോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. കണ്ണി നോക്കി എന്നെ കൂടെ ചിരിച്ച് ഭയങ്കര ഇൻവോൾവ് ആയിട്ട് അവള് പാടി. ആരാണ് വെളുത്തുള്ളി? MJ ആംഗിള് എന്താണ്? ഞാൻ ഇവിടെ മര്യാദ അടങ്ങി നിക്കല്ല എന്നാ. നീ ഏത് പാട്ടാ പാടിയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പറ്റൂല മറന്നില്ലേ അച്ഛനൊരു അടി കൊടുക്കണം. അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചാലും മതിയില്ലേ? വേണ്ട, ഞാൻ